Hello everyone, it's me Basit Kodapuram and welcome to my English class. If you want the tuition classes of 10th standard, just contact me in this number. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ഗബ്രിയൽ ഗർഷ മാർക്കസിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഗബ്രിയൽ ഗർഷ മാർക്കസ് 1927 to 2014 വാസ് എ കൊളംബിയൻ നോവലിസ്റ്റാണ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ 20th century, 20ാം നൂറ്റാണ്ടിലെ അറിയപ്പെട്ട റൈറ്ററാണ്. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982 ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കൊറോണ, നോ വൺ റൈറ്റ്സ് ടു കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ. ആൻഡ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. ഇക്കാലഘട്ടത്തിലെ ബെസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. 2014 അദ്ദേഹം വിട പറഞ്ഞത്. സോ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്നുള്ള ഈ കഥ, അതിൻ്റെ ഒരു പശ്ചാത്തലം കൈൻഡ്നെസ് ആൻഡ് എംപതി. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരിക്കേണ്ട, ഈ ലോകം ഇന്ന് വളരെയധികം ആവശ്യപ്പെടുന്ന ക്വാളിറ്റികൾ ഒന്നാണ് കൈൻഡ്നെസ് ആൻഡ് എംപതി. These spread light and hope even in the darkest times. കൈൻഡ്നെസ്സും എമ്പതിയും ഇരുണ്ട സമയത്ത് പോലും പ്രതീക്ഷയും പ്രകാശവും പരത്തുന്നുണ്ട്. Our society tends to isolate the ones who appear different. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് ഡിഫറൻ്റ് ആയിട്ട് ശരീരപ്രകൃതിയുള്ള അല്ലെങ്കിൽ പെരുമാറുന്ന ഒരാളെ പലപ്പോഴും ഐസൊലേറ്റ് ചെയ്യുന്ന, ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ദോസ് ഹു ആർ വീക്ക് ആൻഡ് വൾണറബിൾ ഒക്കെ ആയിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ചും. വി മേ നോട്ട് ഓൾവേസ് റിയലൈസ് ദാറ്റ് ഈവൻ സ്മോൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ മെനി ലൈഫ്സ്. നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും പലരിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കഥയിലോട്ട് പോകാം. എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ്. വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധൻ. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ. ലൈറ്റ് വളരെയധികം വീക്കായിരുന്നു, ഉച്ചക്ക് പോലും. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. വീടിൻ്റെ പിൻവശത്തേക്ക് വരികയായിരുന്നു പെലായോ. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. മുറ്റത്ത് എന്താണ് മുരളുന്നതെന്ന്, മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ അദ്ദേഹത്തിന് വളരെയധികം പ്രയാസമായിരുന്നു. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ മുരളുക, മൂവിങ് എന്ന് പറഞ്ഞാൽ നീങ്ങുക. മുറ്റത്തിൻ്റെ പിറകുവശത്ത്, റിയർ എന്ന് പറഞ്ഞാൽ പിറകുവശം. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതൊരു ഓൾഡ് മാൻ ആണ്. എ വെരി ഓൾഡ് മാൻ. ദ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹം മണ്ണിൽ വീണുകൊണ്ട് കിടക്കുകയായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻറ്റ് ഗെറ്റ് അപ്പ്. ഒരുപാട് ശ്രമിച്ചെങ്കിലും എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. ഇംപീഡഡ് ബൈ ഹിസ് ഇനോമസ് വിങ്സ്. തൻ്റെ വലിയ ചിറകുള്ളതിനെ തടസ്സപ്പെടുത്തുക. ഇംപീഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുക. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ് പെലായോ റാൻ ടു ഗെറ്റ് എലസെൻഡ ഹിസ് വൈഫ്. അപ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് തൻ്റെ വൈഫായിട്ടുള്ള എലസെൻഡയുടെ അടുത്തേക്ക് പോവുകയാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവരുടെ രോഗിയായിട്ടുള്ള കുട്ടിയിൽ കംപ്രസസ് ഇട്ട് കൊടുക്കുകയായിരുന്നു എലസെൻഡ. He took her to the rear of the courtyard. They both looked at the fallen body. അപ്പോൾ രണ്ടുപേരും മുറ്റത്തിൻ്റെ പിറകോട്ട് പോയിട്ട് ആ വീണ ബോഡി രണ്ടുപേരും നോക്കി. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ ഈ പഴയത് പെറുക്കുന്ന അയാളെ പോലെയായിരുന്നു അദ്ദേഹം ഡ്രസ്സ് ധരിച്ചിരുന്നത്.
There were only a few faded hairs left on his bald skull and very few teeth in his mouth. കുറച്ച് പല്ലുകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ കഷണ്ടിത്തലയിൽ കുറച്ച് മുടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. His pitiful conditions seemed that of a drenched great grandfather. Drenched എന്ന് പറഞ്ഞാൽ ഒരുതരം നനഞ്ഞ വലിയ മുത്തശ്ശനെ പോലെ അദ്ദേഹം കണ്ടു. എന്നുവെച്ചാൽ അദ്ദേഹത്തെ അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ ഒരുതരം മഹത്വം എന്നൊക്കെ അല്ലേ ആളുകൾക്ക് കൊടുക്കുന്ന മഹത്വം. അപ്പോൾ അത് കണ്ടതോടുകൂടി അതുകൂടി ഇല്ലാതായിന്ന്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ് വേർ entangled in the mud. വൃത്തികെട്ടതും പാതി പറിച്ചതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ്റൻ ബസാർഡ് ചിറകുകൾ ചെളിയിൽ കുടുങ്ങി എന്നൊക്കെ പറയാം. അങ്ങനെ they looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. അങ്ങനെ അടുത്തേക്ക് കുറേ നേരം നോക്കിയിരുന്ന് അവരുടെ ആ സർപ്രൈസിനെ അവർ അതിജീവിച്ചു. In the end they found him familiar. Then they dared speak to him. അദ്ദേഹത്തോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. He answered in an incomprehensible dialect. മനസ്സിലാകാത്ത ഭാഷ, അതിനാണ് പറയാം. കോംപ്രഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു ഭാഷയിലായിരുന്നു. വിത്ത് എ സ്ട്രോങ് സൈലേഴ്സ് വോയിസ്, ഒരു നാവികൻ്റെ സ്ട്രോങ് വോയിസോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹം ആൻസർ ചെയ്തത്. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയ ആളാണെന്നാണ് അവരുടെ ഒരു നിഗമനം ഉണ്ടായത്. അങ്ങനെ they called in a neighbor woman to see him. ഒരു അയൽവാസി സ്ത്രീയെ വിളിച്ചു. All she needed was one look to show them their mistake. അവൾക്ക് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലായി he is an angel. അദ്ദേഹം ഒരു ഏഞ്ചലാണ് എന്നുള്ളത്. She told them he must have been coming for the child, but the poor fellow is so old that the rain knocked him down. അപ്പോൾ അവരവളോട് പറഞ്ഞു അദ്ദേഹം നിങ്ങളുടെ കുട്ടിയെ തേടി വന്നതായിരിക്കണം, പക്ഷേ പാവം വയസ്സായതിനാൽ മഴ അദ്ദേഹത്തെ വീഴ്ത്തിയതായിരിക്കാം എന്ന് അയൽവാസി സ്ത്രീ പറയുകയാണ്. On the following day, everyone knew that a flesh and blood angel was held captive in Pelayo's house. Held captive എന്ന് പറഞ്ഞാൽ തടവിലാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ വരും ദിവസം എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു പെലായോയുടെ വീട്ടിൽ മാംസവും രക്തവുമുള്ള ഒരു മാലാഖ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. പെലായോ വാച്ച്ഡ് ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചണിൽ ആഫ്റ്റർനൂണിൽ ആ മാലാഖയെ ഇങ്ങനെ നോക്കിയിരുന്നു. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ബെയിലിഫ്സ് എന്ന് പറഞ്ഞാൽ ഈ കോടതി നോട്ടീസ് കൊടുക്കുന്ന ഒരു തരം ഉദ്യോഗസ്ഥൻ, അവരാണ് പറയാം. അപ്പോൾ ആ പണിയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതിലിങ്ങനെ ഒരു ഇത് ആംഡായിട്ടുണ്ട്. മൂപ്പരിങ്ങനെ അവിടെ അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം വിത്ത് ദ ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കൂടുണ്ടല്ലോ, അതാണ്. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ആ മാലാഖയെ ചെളിയിൽ നിന്ന് വലിച്ചിറക്കിയിട്ട് കോഴിക്കൂട്ടിൽ കോഴികൾക്കൊപ്പം പൂട്ടുകയാണ്. A short time afterward, the child woke up without a fever and with a desire to eat. കുറച്ച് സമയത്തിന് ശേഷം പിന്നീട് അവരുടെ കുട്ടി രോഗിയായിരുന്നല്ലോ, ഫീവറൊന്നും ഇല്ലാതെ എഴുന്നേൽക്കുകയാണ് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്താൽ. അപ്പോൾ അവർക്ക് ഒരു മഹാമനസ്കത തോന്നുകയാണ്. മഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ മഹാമനസ്കത. Then they felt magnanimous. They decided to put the angel on a raft. അവർ ഒരു ചെങ്ങാടത്തിൽ കയറ്റി ആ ഏഞ്ചലിനെ വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻസ്
ഫുഡും നല്ല ഫ്രഷ് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഫോർ 3 days ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്, അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു മഹാമനസ്കത അതിനിടയിൽ അവർക്ക് തോന്നുകയാണ്. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ഡോൺ, പുലർച്ചെ നേരം വെളുത്ത സമയത്ത് മുറ്റത്തോട്ട് പോയി നോക്കിയപ്പോൾ ദേ ഫോൺ ദ ഹോൾ നെയ്ബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. അയൽവാസികൾ മൊത്തം കോഴിക്കൂട്ടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏഞ്ചലുമായിട്ട് തമാശ കളിക്കുന്ന രംഗമാണ് കാണുന്നത്. ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. കോഴിക്കൂട്ടിലുള്ള ആ ഓപ്പണിങ്സിലൂടെ വിസിറ്റേഴ്സ് അദ്ദേഹത്തിന് ഭക്ഷണങ്ങൾ കൊടുക്കുകയായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഹീ വെയറിൻറ്റ് എ സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് അനിമൽ. അത് കണ്ടപ്പോൾ ആ ഏഞ്ചൽ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചറിനെ പോലെയല്ല, പകരം ഒരു സർക്കസ് അനിമൽ അതിനെ പോലെയാണ് തോന്നിയത്. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അങ്ങനെ ബന്ദിയാക്കപ്പെട്ട മാലാഖയുടെ വാർത്ത വളരെ വേഗത്തിൽ പരന്നു. ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. മുറ്റത്ത് ഒരു ചന്തയിലെത്തിയ ആളുകളുടെ പ്രതീതിയായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മോബ്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദമ്പതികൾക്ക് ട്രൂപ്സിനെ, സൈന്യത്തെ വിളിക്കേണ്ട അവസ്ഥയായിരുന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. അപ്പോഴാണ് അവർക്കൊരു ഐഡിയ വന്നത്, മുറ്റത്ത് വേലി കിട്ടുക. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. മാലാഖയെ കാണാൻ 5 cents അഡ്മിഷൻ ഫീ വെക്കുക. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ അവേ. അങ്ങനെ ആകാംക്ഷ ഉള്ള ആളുകൾ വളരെ വിദൂരത്ത് നിന്ന് വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. ലോകത്തെ വളരെ നിർഭാഗ്യവാനായിട്ടുള്ള രോഗാതുരനായ അല്ലെങ്കിൽ കഴിവുകെട്ട ആൾ പോലും ആരോഗ്യം അന്വേഷിച്ചു വന്നു എന്നുള്ളതാണ്. പെലായോ ആൻഡ് എലിസൻഡ were happy with fatigue. രണ്ടുപേരും ക്ഷീണത്താൽ സന്തോഷിച്ചു. ഇൻ ലെസ് ദാൻ എ വീക്ക് they had crammed their rooms with money. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ മുറികൾ പണം കൊണ്ട് കുമിഞ്ഞുകൂടിയിരുന്നു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിലിഗ്രിംസ് വെയിറ്റിംഗ് their turn to enter reached beyond the horizons. അപ്പോഴും ഊഴം കാത്ത് തീർത്ഥാടകരുടെ നിര ചക്രവാളത്തിനപ്പുറം എത്തി. The angel was the only one who took no part in his own act. ഏഞ്ചൽ മാത്രമായിരുന്നു ഇതിലൊന്നും ഈ പ്രവൃത്തിയിൽ പങ്കുചേരായിരുന്നത്. He spent his time trying to get comfortable in his borrowed nest. തൻ്റെ കടം വാങ്ങിയ കൂട്ടിൽ അദ്ദേഹം കംഫർട്ടബിളായി സമയം ചെലവഴിക്കാൻ ശ്രമിച്ചു. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അപ്പോൾ അത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ബട്ട് ഹീ എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. പക്ഷേ അദ്ദേഹം വഴുതനങ്ങ ചതച്ചതല്ലാതെ ഒന്നും തന്നെ കഴിച്ചില്ല. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വേർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സൂപ്പർ നാച്ചുറൽ നന്മ പേഷ്യൻസ് ആയിട്ട് തോന്നി. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അവൻ്റെ ചിറകിലെ പാരസൈറ്റ്സ്, അതായത് പരാന്നഭോജികളെയൊക്കെ തിരഞ്ഞുകൊണ്ട് കോഴികൾ ആ മാലാഖയെ കൊത്തുമ്പോൾ ആ മാലാഖ വളരെയധികം ക്ഷമയുള്ളവനാണ്. He was patient again when the cripples pulled out his feathers to touch their limbs with. ഈ വികലാംഗരായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ ചിറകൾ വലിച്ച് അവരുടെ ലിംസിൽ പിന്നെ ടച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം പേഷ്യൻ്റായി. He remained patient when
ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. വളരെ മേഴ്സിഫുൾ ആയിട്ടുള്ള കാരുണ്യമുള്ളവർ പോലും മാലാഖയ്ക്ക് നേരെ കല്ലെറിഞ്ഞപ്പോൾ അദ്ദേഹം പേഷ്യൻ്റായി. ആഫ്റ്റർ ഓൾ they were only trying to get him to rise so that they could see him standing. എല്ലാത്തിനുമുപരി അവരെല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുകയായിരുന്നു അവർ. It so happened that during those days there arrived in the town a traveling show. അതിനിടക്കാണ് ടൗണിലൊരു ട്രാവലിംഗ് ഷോ എത്തിച്ചേരുന്നത്. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. ഇടിയും മിന്നലുമേറ്റ് സ്പൈഡറായി മാറിയ ഒരു സ്ത്രീ, അതായിരുന്നു ആ ട്രാവൽ ഷോയിലെ മെയിൻ അട്രാക്ഷൻ. ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ആ ഏഞ്ചലിനെ കാണാനുള്ള ഫീനേക്കാൾ കുറവായിരുന്നു അവിടെയുള്ള അഡ്മിഷൻ ഫീ. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. അപ്പോൾ പീപ്പിൾ അവിടെ ഒഴുകിയെത്തുകയാണ്. പിന്നെ they were also permitted to ask her all manners of questions about her absurd state. അവളുടെ ആ ഒരു വിരൂപം, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അവർക്ക് അനുവാദം ലഭിച്ചു. ഇവിടെ നമുക്ക് ആളുകളുടെ ഒരു മനോഭാവത്തെ മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കിട്ടിയിട്ട് അതിനേക്കാൾ വേറൊന്ന് കേൾക്കുന്ന സമയത്ത് ആളുകൾ നേരെ എല്ലാം ഇതിനവിടെ ഇട്ടിട്ട് മറ്റേതിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലെമൻറ്റ്. ഈ വീടിൻ്റെ ഉടമസ്ഥർക്ക് വിലപിക്കാൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. വിത്ത് ദ മണി ദ സേവ്ഡ് ദ ബിൽഡ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. കിട്ടിയ പൈസ കൊണ്ട് 2 നില വീട് അവർ പണിതിട്ടുണ്ടായിരുന്നു, ബാൽക്കണിയും ഗാർഡൻസൊക്കെ ഉള്ള വീട്. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ദ ക്രാബ്സ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ. മഞ്ഞുകാലത്ത് ഞണ്ടുകൾ കടക്കാതിരിക്കാൻ ക്രാബ്സ്, ഉയർന്ന വലകളും മാലാഖമാർ കടക്കാതിരിക്കാൻ ജനലകളിൽ ഇരുമ്പ് കമ്പികളും ഒക്കെ അയൺ ബാർസ് ഒക്കെ അവർ അതിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പെലായോ ഓൾസോ സെറ്റപ്പ് റാബിറ്റ് വാരൻ. റാബിറ്റ് വാരൻ എന്ന് പറഞ്ഞാൽ മുയലിനെ വളർത്താൻ ഉപയോഗിക്കുന്ന സ്ഥലം. ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയ്ലിഫ് ഫോർ ഗുഡ്. അയാൾ ബെയ്ലിഫ് എന്നുള്ള ആ ജോബ് എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു അദ്ദേഹം. എലിസൻ്റെയോ ബോട്ട് സം സാറ്റിൻ പംസ് ഒക്കെ വാങ്ങി വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഇൻ ഇറിഡസൻറ്റ് സിൽക്ക്. ഇറിഡസൻ എന്ന് പറഞ്ഞാൽ മഴവിൽ നിറങ്ങളുള്ള ഡ്രസ്സുകളൊക്കെ, ഹൈ ഹീലുകളുള്ള സാറ്റിൻ പംപ്സൊക്കെ കൊണ്ടുവന്നു എലിസൻ്റ. ദ ചിക്കൻ കൂപ്പ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ചിക്കൻ കൂപ്പിന് മാത്രമാണ് ഒരു ശ്രദ്ധയും ലഭിക്കാതിരുന്നത്, മാറ്റമില്ലായിരുന്നത്. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അവിടെ കൂടിയിട്ടുള്ള കോഴിക്കാഷ്ടം, അത് ആ പുതിയ വീടിനെ പഴയ വീടാക്കി മാറ്റുന്നുണ്ടായിരുന്നു. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് ദ വർ കെയർഫുൾ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. ഫസ്റ്റ് കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കുട്ടി കൂപ്പിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു സ്മെൽ. പിന്നെ അവരുടെ പേടിയൊക്കെ നഷ്ടമായി, അതവർക്ക് ശീലമായി മാറി അവരുടെ സ്മെല്ല്. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് he had gone inside the chicken coop to play as the wires were falling apart. ചിക്കൻ കൂപ്പിൻ്റെ കമ്പികളെ കടർന്നതിനാൽ കുട്ടി ഒരു ദിവസം എന്ന് വെച്ചാൽ അവൻ്റെ രണ്ടാമത്തെ പല്ല് വരുന്നതിന് മുമ്പ് ചിക്കൻ കൂപ്പിൻ്റെ അകത്തേക്ക് പോയി കളിക്കാൻ വേണ്ടിയിട്ട്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ അവസാനം ചിക്കൻ പോക്സുമായിട്ടാണ് അവൻ രണ്ടുപേരും തിരിച്ചു വന്നത്. The doctor who took care of the child couldn't resist the temptation to listen to the angel's word.
അങ്ങനെ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ഏഞ്ചലിൻ്റെയും ഒരു ഹാർട്ട് പരിശോധന നടത്തുകയാണ്. ഹി ഫോൺ സോ മച്ച് വിസ്ലിംഗ് ഇൻ ദ ഹാർട്ട് ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്. കിഡ്നികളിൽ ഒരുപാട് സൗണ്ട്സും ഹാർട്ടിൽ ഒരുപാട് വിസ്ലിങ്ങും ഒക്കെ അദ്ദേഹം കണ്ടെത്തി. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ചിറകുകളുടെ ഒരു ലോജിക്കായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തെ വളരെയധികം സർപ്രൈസ്ഡ് ആക്കിയത്. They seemed so natural on that completely human organism. തികച്ചും മനുഷ്യ ശരീരത്തിൽ അവ വളരെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. He couldn't understand why other people didn't have them too. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആ ചിറകുകളില്ലാത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. He could scarcely eat. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. സ്കാഴ്സ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരുന്നത്. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. മഞ്ഞ് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ. ദാറ്റ് വെൻ്റ് അബൌട്ട് പമ്പിങ് ഇൻ ടു പോസ്. അദ്ദേഹം മൂടൽ മഞ്ഞായി മാറിയതിനാൽ അവകളെ പോസ്റ്റുകളിൽ ഇടിക്കുകയാണ്. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. പെലായോ ഒരു ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് ഷെഡിൽ ഉറങ്ങാൻ പറഞ്ഞു. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മാലാഖയ്ക്ക് നല്ല ചൂടുള്ളതായിട്ട് അവർ നോട്ടീസ് ചെയ്തത്. ദേ ബിക്കെയിം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അങ്ങനെ അവർ അലാംഡായി. അദ്ദേഹം മാലാഖ മരിക്കാൻ പോവുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ് ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. അദ്ദേഹത്തിൻ്റെ വിൻ്ററിനെ അതിജീവിക്കുക മാത്രമല്ല സണ്ണി ഡേകളിൽ വളരെ അധികം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയതായി തോന്നുകയും ചെയ്തു. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫാർദസ്റ്റ് കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൻ്റെ താഴെ ഭാഗത്ത് ഒരുപാട് ദിവസം മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ നിന്നു. At the beginning of December, some large stiff feathers began to grow on his wings. അങ്ങനെ ഡിസംബറിൻ്റെ തുടക്കത്തിൽ അവൻ്റെ ചിറകുകളിൽ ചില വലിയ കടുപ്പമുള്ള തൂവലുകൾ വളരാൻ തുടങ്ങി. They looked like the feathers of a scarecrow. സ്കാർക്രോ പറഞ്ഞാൽ ഈ പേക്കോരൊക്കെ ഉണ്ടാവില്ലേ, ഈ വയലിൻ്റെ അവിടെ പക്ഷികളെ ഇതിനൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന അതിൻ്റെ തൂവലുകളെ പോലെ തോന്നി. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. ഒരിക്കൽ എലിസണ്ട ലഞ്ചിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വീശുകയാണ് കിച്ചണിലോട്ട്. Then she went to the window and found the angel in his first attempt at flight. പോയി നോക്കുമ്പോൾ ഏഞ്ചൽ തൻ്റെ പറക്കാനുള്ള ശ്രമത്തിലാണ്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. ഇവ വളരെ വികൃതമായതിനാൽ വായുവിൽ പിടികെട്ടാതെ ഷെഡ് ഇടിച്ചു വീഴ്ത്തേണ്ട അവസ്ഥയിലായിരുന്നു. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. പക്ഷേ പിന്നീട് ഉയരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഉയരം, ക്ലംസി എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ള വികൃതമായ എന്നുള്ള അർത്ഥമാണ്. എന്നിരുന്നാലും എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈൻ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്. അവസാനത്തെ വീടുകളിലൂടെ അവൻ കടന്നു പോകുന്നത് കണ്ടപ്പോൾ എലിസെൻഡക്ക് വളരെയധികം ആശ്വാസം തോന്നുകയാണ്. ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് വിടുകയാണ്. He was holding himself up in some way with the risky flapping of a senile vulture. പ്രായമായ ഒരു കഴുകൻ്റെ അപകടകരമായിട്ടുള്ള, വൾച്ചർ എന്ന് പറഞ്ഞാൽ കഴുകൻ, അപകടകരമായിട്ടുള്ള സെനൈൽ, അപകടകരമായിട്ടുള്ള ഫ്ലാപ്പിങ്ങിനൊപ്പം അവൻ സ്വയം ഒരു വിധത്തിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു.
She kept watching him even when she was through cutting the onions. ഉള്ളി മുറിക്കുമ്പോഴും അവൾ അദ്ദേഹത്തെ ആ മാലാഖയെ നോക്കിക്കൊണ്ടിരുന്നു. She kept on watching until it was no longer possible for her to see him. കാണാൻ കഴിയുന്നതുവരെയും ആ നോട്ടം തുടർന്നുകൊണ്ടിരുന്നു. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. അവൻ ആ മാലാഖ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ല, മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു സാങ്കല്പിക ബിന്ദുവായി മാറിയിരിക്കുകയാണ്.